പണിമുടക്കുകയാണ്. കേരളത്തിലേക്ക് നോക്കിയാൽ ഈ വിഷയത്തിൽ കേരളത്തിലും പണിമുടക്കുണ്ട്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും പ്രതിഷേധം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ PG സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കും. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. കോഴിക്കോട് നിന്ന് റിയാസ് KM എത്തും. സൂര്യ, സംസ്ഥാനത്തും ഈ പ്രതിഷേധത്തിന്റെ അലയൊലികൾ എത്തുകയാണ്. എങ്ങനെയാണ് സംസ്ഥാനത്തെ ഡോക്ടർമാർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുക? ഫിജി, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും വ്യാപക പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവാൻ ഒരുങ്ങുകയാണ് ഡോക്ടർമാർ. PG ഡോക്ടർമാരും അതുപോലെ തന്നെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമാണ് ഇന്നിപ്പോൾ സമരം ചെയ്യുന്നത്. OP വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിക്കുമെന്നാണ് യുവ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് സമരം നടത്തുമെന്നൊരു കാര്യം ഇന്നലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം ഡോക്ടർമാർ സംഘടിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, അതുപോലെ തന്നെ ഡോക്ടറിന്റെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കൂടി ഈ ഡോക്ടർമാർ ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാർ ആയിരിക്കും ഇന്ന് സേവനം നടത്തുക. മറ്റ് OP അതുപോലെ തന്നെ വാർഡ് ഡോക്ടർമാരാണ് ഈ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങുക. PG ഡോക്ടർമാരും സീനിയർ ഡോക്ടർമാരും ചേർന്നാണ് ഇപ്പോൾ വ്യാപകമായിട്ട് കേരളത്തിൽ ഇന്ന് സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ മാസം 18 മുതൽ 31 വരെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനും ഇതിനോടകം തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. PG ഡോക്ടർമാർക്കൊപ്പം തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരും ഇന്ന് നടക്കുന്ന പ്രതിഷേധ പരിപാടികളിൽ സമര പരിപാടികളിൽ അണിചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ്, കോഴിക്കോട്ട് എങ്ങനെയാണ് PG ഡോക്ടർമാർ സമരത്തിന് ഇറങ്ങുക? ഈ വിഷയം കൊൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ഉന്നയിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ സജീവമാക്കാനാണ് ഈ ഒരു കൊൽക്കത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെയും മറ്റു മേഖലയിലുള്ളവരുടെയും തീരുമാനം? ഫിജി, ഇന്ന് PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ KGMOയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധ ദിനാചരണവും കോഴിക്കോട് നടക്കും. ഇന്ന് പ്രധാനമായും ഈ PG ഡോക്ടർമാരുടെയും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെയുമുള്ള ഒരു ബഹിഷ്കരണ സമരമാണ് എങ്കിൽ നാളെയാണ് IMAയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു സമരം നടക്കാൻ പോകുന്നത്. ഇന്ന് അതിന്റെ ഒരു സൂചനാ പണിമുടക്ക് എന്ന രീതിയിലാണ്. പക്ഷെ ആ സൂചന പണിമുടക്ക് പോലും ഈ പ്രത്യേകിച്ച് രോഗികളെ സാരമായി തന്നെ ബാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക, ഡോക്ടറുടെ കൊലപാതകത്തിൽ, ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. ഈ മാസം 18 മുതൽ 31 വരെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഓഡിറ്റും നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു വ്യാപകമായൊരു പ്രതിഷേധമാണ് എങ്ങു നിന്നും ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഡോക്ടർമാർക്ക് പുറത്തുള്ള പൊതുസമൂഹം ഉൾപ്പെടെ വ്യാപകമായൊരു പ്രതിഷേധമാണ് ഉന്നയിക്കപ്പെടുന്ന ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും ഒക്കെയായി തന്നെ അത് ഉന്നയിക്കപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന്റെ വലിയൊരു പിന്തുണ കൂടി ഇന്നത്തെ ഈ ഡോക്ടർമാരുടെ ഒരു സമരത്തിനുണ്ട്. നാളെ അത് IMA കൂടി ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക്, രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് അത് പോകുന്നു. അതിന്റെ അനുരണനങ്ങൾ തീർച്ചയായും കേരളത്തിലും മലബാറിലുമെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഫിജി. ശരി റിയാസ്.